മല കുലുങ്ങിയാലും മമ്മത് കുലുങ്ങില്ല എന്ന് വെച്ചാ ഇന്നുകൊണ്ടൊരു തീരുമാനം നമുക്കറിയണം. അതിനാണ് ഉമ്മാനെ മോളെ വിളിച്ചു വരുത്തിയത്. തീരുമാനിക്കാനൊന്നുമില്ല. ഒരിക്കലും ഒരു കയ്യബ്ദം പറ്റി. അന്യജാതിക്കാരന്റെ കൂടെ പോയി ഓനെല്ലാം ശിക്ഷ നൽകി. ഇനിയിപ്പോ ജമാലുമായിട്ടുള്ള നിക്കാഹ് അങ്ങ് നിശ്ചയിക്കാം. കണ്ടില്ലേ, ജമാലിപ്പ നല്ല മര്യാദക്കാരനാ. ഒരുത്തൻ ഉപേക്ഷിച്ചിട്ടും അതിലൊരു കൊച്ചുണ്ടായിട്ടും അന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് തന്നെ ഉണ്ടാ വലിയ മനസ്സല്ലേ നബീസു. എന്തേ ഈ സമ്മതം മൂളിയാ മതി, ബാക്കി കാര്യം നമ്മൾ ഏറ്റു. ഞാൻ പറഞ്ഞതാണല്ലോ, എന്റെ മോൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. മറ്റൊരു നിക്കാഹിനെ പറ്റി മനസ്സാ പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലെന്ന്. സമ്മതം ചോദിക്കല്ല, പിടിച്ച് കെട്ടിക്കാണ് വേണ്ടത്. ഉമ്മാക്കൊന്ന് ഉപദേശിച്ചാലെന്താ? പറയാന്നല്ലാതെ കൊല്ലാൻ പറ്റോ? ഒരാൺതുണ ഇല്ലാണ്ട് ഈ ജമ്മം തൊലയ്ക്കാനാ എന്റെ ഉദ്ദേശം. ബാപ്പ മരിച്ചപ്പോ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിച്ചില്ലേ, അതുപോലെ എന്റെ മോൾക്ക് വേണ്ടി ഞാനും കഴിഞ്ഞോളാം. ഈ കയ്യിലടിച്ച ഞങ്ങള് വാക്ക് തന്ന്, അതുകൊണ്ടാ ഈ വേഷം കെട്ടിയത്. ഈ ഒരു പ്രാവശ്യം കൂടി ക്ഷമിക്കേ. ക്ഷമിച്ചാ ജമീ നമ്മള് വാക്ക് പാലിച്ചിരിക്കും. മാഷ് പറഞ്ഞ പോലെ വെറുതെ ഇട്ടാ നശിക്കില്ലോന്ന് കരുതി വീടൊക്കെ ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട്. അതേതായാലും നന്നായി. 1-2 വർഷം ആളില്ലാതെ കിടന്ന് വീടാൻ തോന്നൂല. ഓളവിടെ ഉണ്ടാവില്ല. പള്ളിക്കാരെ കൊണ്ടും പ്രമാണിമാരെ കൊണ്ടും ഓളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ ആവതും പാടുപെടുന്നുണ്ട്. ഹേയ്, നമ്മടെ കുഞ്ഞുമ്മക്കേ പൊടിമോളല്ലത്. പൊടിമോളെ നിക്ക്. എല്ലാത്തിനും വിഷം കുത്തിച്ചിരിക്കുക ആ കുഞ്ഞുമുക്ക. എന്റെ മടിയിൽ വളരുന്ന മോളാ അത്, കണ്ടില്ലേ? അമ്മ വിഷമിക്കാതിരി, എല്ലാം നേരെയാവും. എത്തിയോ? എന്താ ഇത്ര വൈകിയത്? ഒരു വിശേഷമുണ്ട്. ഇങ്ങടെ ആളെ ഞാൻ കയ്യോട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേടി, ആളിപ്പോ നല്ല ചുള്ളനായിട്ടുണ്ട്. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? നിന്റെ കെട്ടിയോന്റെ കാര്യം, അല്ലാതെ ആരുടെയാ? എനിക്ക് കേക്കണ്ട. നിനക്ക് അയാളെ കാണണമെന്നില്ലേ? എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പാവം, എത്ര നേരമെന്നറിയോ കാത്തിരിപ്പ് തുടങ്ങിട്ട്. പാവം തോന്നുന്നുണ്ടെങ്കിലേ കൂടെ പോയി പുറത്തോ. നമ്മള് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് വെറുതെ ആവോ? ഇജ്ജ് കണ്ടില്ലേ, അപ്പുറത്തൊരൊക്കെ വന്നെങ്കിൽ വെറ്റിലേം താലം എടുത്തോണ്ട് പോയി സൽക്കരിച്ചോ. ആരാ അവര്? ഇപ്പൊ വന്നിരിക്കണ അന്വേഷിക്കാൻ. എന്താ ഇവക്ക് പറ്റിയേ? എല്ലാം കൊണ്ട് തീ തിന്നെ എന്റെ മോള്. പഠിച്ചോൻ എന്തിനാ നമ്മൾ ഇങ്ങനെ പരീക്ഷിക്കണത് ഉമ്മ? വിശ്വസിക്കുന്നവരെ പഠിച്ചോൻ കൂടുതൽ പരീക്ഷിക്കും. എന്റെ മോള് കരയില്ലേ? എന്താണ്ടാ ബെടി കൊണ്ട പന്നിയെ പോലെ? ബേടി കൊള്ളാൻ പോണ പന്നി കുഞ്ഞുമിക്കാണ്. അതെന്ത് ബെടി? നബീസ് പോയോ? പോയി. നബീസ് ജമാലുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചോ? ഓടെ സമ്മതം ആര് ചോദിക്കുന്നു? ചോദിക്കാനും പറയാനുള്ള ആള് വന്നിട്ടുണ്ട്. അതാര്? കണ്ണം വന്നെന്ന്. എന്റെ പടച്ചോനെ, അവൻ വീണ്ടും വന്ന. ജമാല് വീണ്ടും പഴയ ജമാലായേ പറ്റൂ. എന്റെ പടച്ചോനെ, ഈ പെടാപ്പാടക്കപ്പെട്ടിട്ട് ഉമ്മക്ക് പങ്കപ്പാട് മാത്രമാണല്ലോ മിച്ചം. അത് നിങ്ങളെ കായിന് കൊള്ളാത്തോണ്ട്. നീ കണ്ടോ? ഒരു നോക്ക് കണ്ടു. ആകെ കോലം കെട്ടുപോയിന്റെ മോള്. ഷെയിംഫുൾ. ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കാൻ അതെന്താ കാഴ്ച ബംഗ്ലാവാണോ? അതേടാ, ഷെയിൻ തന്നെയാ. സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ടി വരുന്നത് ഷെയിൻ തന്നെയാ. വാശി, ദുരഭിമാനം. ഇപ്പൊ എന്തായടാ? എന്തിനാ അവനെങ്ങനെ വിഷമിപ്പിക്കുന്നത്? വിഷമം. ഇവനെന്റെ മകനാണല്ലോ എന്നോർത്താ എനിക്ക് വിഷമം. പക്ഷെ മാധവ മാഷ എന്റെ അച്ഛനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല. എന്ത് എന്ത് എന്ത്
ആണുങ്ങളില്ലാത്ത വീടാ, ഒരു ശ്രദ്ധയില്ല. പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത്. ഇന്ന് ഞാൻ എടാ റാസ്കൽ തെണ്ടിപ്പട്ടി, ചോദിക്കാനും പറയാൻ ആളില്ലാതെ അയ്യോ അയ്യോ കാണാഭാഗത്തെ മറകിനിപ്പോ ചന്തം കൂടി ഉണ്ടാവോ? ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? അത് വേണ്ട, സ്വന്തം മുതലാരെങ്കിലും കട്ട് തിന്നു. എന്നാലും വ്യസന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി? 2 വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും. റബ്ബേ, പട്ടാപകല് മോഷണോ? അതും ബാത്റൂം മോഷണം. ഇവനെ അയ്യോ പഠിച്ചോനെ, നീയായിരുന്നോ? നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്താ ഇവിടെ? ഞാനിപ്പോ എവിടെയാ? കുളിച്ചും കാണാൻ വന്നല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല, പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട. പുറത്തിറങ്ങ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിച്ച് ഹസ്ബൻഡിനെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. 2 കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയണത്? അവരാരും ഇതുപോലെ കുളിച്ചും കാണുന്നില്ലല്ലോ. അയ്യോ ഞാനല്ല. ഒരു ഒട്ടക ഒട്ടകോ നിക്കടാ അവിടെ. ഓടണം ഞാൻ കണ്ടു. എന്താണ് ഒരു ബഹളം? നീയാ? എന്താ എന്താ കലങ്ങി ആരാ കൊടുത്തത്? ബാലോർക്ക ഞാനാ. ക്ഷമിക്കണം, ഞാൻ ആള് മാറിപ്പോയതാ. നബീസ് ഒന്ന് വിചാരിച്ച്. ഇങ്ങോട്ട് കയറിയത്? പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എന്നെ രക്ഷിക്കണം പ്ലീസ്. എന്താണ്ടാ ഇവിടെ? ഒരുത്തൻ ബാത്റൂമിൽ ഓടിക്കറി. ആരാണ്ടാ ബാത്റൂമിൽ കയറിയത്? അപ്പുറത്തെ കണ്ണനാണെന്ന സംശയം. അയ്യോ അള്ളാഹു ആന ഓനെ ഇതിനകത്ത് കാല് കുത്തിയിട്ടില്ല. എന്നാ തലകുത്തിയായിരിക്കും വന്നത്. പിന്നെ ആരാടാ ബാത്റൂമിനകത്ത്? ഒട്ടകത്തെ പോലെ വീട് ചുറ്റി കറങ്ങി കിടക്കണ കണ്ടല്ലോ. എന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പടി ചവിട്ടല്ലെന്ന്? ഞാനല്ലേ ചവിട്ടിയത്, ഒട്ടകാണ് ചവിട്ടിയത്. അതിന്റെ അകത്ത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ആരാ അതാ ചോദിച്ചത്. ആരാണ്ടാ ബാത്റൂമിനകത്ത്? ആരാണ്ട് ബാത്റൂമിനകത്ത്? തുറക്കടാ. ഇറങ്ങി വരാൻ. ചവിട്ടി പൊളിക്കും കേട്ടാ. ഇറങ്ങി വരാനാണ് പറഞ്ഞത്. മരണയില്ലേ? നമ്മടെ സംശയം ശരിയായി. ഇറങ്ങി പാടി. അയ്യേ, ഇതൊരു മാതിരി ക്ലിന്റന്റെ സ്വഭാവം പോലെ ആയിപ്പോയി. അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി വന്നപ്പോ ഞാൻ അറിയാണ്ട് നാവിട്ടടിച്ച് മിടുക്കനാവാൻ നോക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചെറ്റയാ. പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരമാക്കി. ഇപ്പൊ ഈ പെണ്ണിനെ എന്റെ നിരവരാത്ത ഭാര്യ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഒരാൾ ഒഴിച്ച്. വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്ന് കാണാൻ വന്ന ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല ഇപ്പോഴും. ഇവന്റെ ചപ്പടാച്ച് ഭർത്താനം കേട്ട് നീ വിശ്വസിക്കരുത്. ഇവനെ കാട്ടിലും നല്ലവനാ എന്റെ ജമാല്. ഇപ്പൊ പട്ട് പോലത്തെ സ്വഭാവാ. ഇത് പേടിപ്പിക്കാതെ. എന്തായാലും ഇവിടെ വന്ന് ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവില്ല. നച്ചിമോള് പറ, എന്താണ് വേണ്ടത്? ഇവനെ തല്ലണ കൊല്ലണ? എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലിയും ഒന്നും വേണ്ട. എല്ലാവരും എനിക്കറിയാം. കേട്ടില്ലേ? താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ണന്റെ ഇല്ല. ഞാൻ വരും, എന്റെ നബീസിനെ കൊണ്ടുപോകും. ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവില്ല. എല്ലാം കൊളാക്കിയില്ലേ? കൊളോ ബാത്റൂം അല്ലേ അത്? അയ്യോ മാഷ്, എന്താ മൂസൂട്ടി? അല്ല മാഷെ, അവിടെ മരുഭൂമിയില് ഒട്ടകം ഇങ്ങനെ പോയപ്പോ എന്റെ കൂടെ സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ അച്ഛനും അമ്മയും ഒളിഞ്ഞു നോക്കിയത് അവന് വലിയ ഷെയിമായി പോയി. കണ്ടവന്റെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്ന ഷെയിമല്ല അല്ലടാ? അല്ല മുസുട്ടി, അത് ആക്ച്വലി അല്ല ആക്ച്വലി ഒരു തഴുമൻ ബളകം. അമ്മ